ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൂപ്പിനെ കുറിച്ചാണ്. അതായത് ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ലൂപ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ജാവയിൽ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ലൂപ്പ് പഠിച്ചിരുന്നു. അതായത് ഒന്ന് നമ്മൾ എന്ത് പറഞ്ഞു, ഫോർ ലൂപ്പ്, അതുപോലെ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് പറഞ്ഞു, ജാവയിൽ പറഞ്ഞു. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ എന്താ ചെയ്യുന്നത്, അത് ജാവാസ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ലൂപ്പും കൂടി എക്സ്ട്രാ ഉണ്ട്. അതായത് ഫോറിൻ ലൂപ്പും അതുപോലെ ഫോർ ഓഫ് ലൂപ്പും പറഞ്ഞിട്ട് ഈ പറഞ്ഞ 4 ലൂപ്പാണ് ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ ഉള്ളത്. അതായത് ഒന്നാമത് ഫോർ ലൂപ്പാണ്, പിന്നെ ഫോറിൻ ലൂപ്പ്, ഫോർ ഓഫ് ലൂപ്പ്, പിന്നെ വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇങ്ങനെ 5 ലൂപ്പാണ്. ഒന്ന് ഫോർ ലൂപ്പ്, പിന്നെ ഫോർ ഓഫ് ലൂപ്പ്, ഫോറിൻ ലൂപ്പ്, പിന്നെ അതുപോലെ തന്നെ വൈലും ഡു വൈലും. ഈ പറഞ്ഞ ഫോറിലും പിന്നെ ഡു വൈലും പിന്നെ അതുപോലെ വൈൽ ലൂപ്പും എല്ലാ ലാംഗ്വേജിലുള്ളതാണ്. ഏത് ലാംഗ്വേജ് എടുത്തു നോക്കിയാലും ഈ പറഞ്ഞ ലൂപ്പ് ഉണ്ടാവും. പക്ഷേ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഒരു പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്, ഈ ഫോറിൻ ലൂപ്പും അതുപോലെ ഫോർ ഓഫ് ലൂപ്പും എന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രത്യേകമായി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തും കാണിച്ചു തരാം. ആദ്യം പറയാനുള്ളത്, ഈ ഫോർ ലൂപ്പും അതുപോലെ തന്നെ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും നമ്മൾ പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ബേസിക് കോഡിങ്ങിലെ ജാവയിൽ നിങ്ങൾ എന്താ ചെയ്യുക, പോയി അത് കാണുക. അതേ ലോജിക്കാണ്, അതേ എന്താണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെയും ചെയ്യുന്നത്. ഫോർ ലൂപ്പും ഈ പറഞ്ഞ വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും സെയിം ആണ്. പക്ഷേ ഈ ഫോറിൻ ലൂപ്പും അതുപോലെ തന്നെ ഫോർ ഓഫ് ലൂപ്പിനെ കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, അതായത് ഒരു കോഡ് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ തവണ എക്സിക്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫോർ ഓഫ് ലൂപ്പ് നമ്മൾ എന്ത് ചെയ്യും, എഴുതും അല്ലേ. അപ്പോൾ ഫോറിനും എന്തിനാ, അതുപോലെ തന്നെ ഫോർ ഓഫ് ലൂപ്പ് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. അത് പറഞ്ഞുതരാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കേസിലാണ് ഈ പറഞ്ഞ ഫോറിൻ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോറിൻ ലൂപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഇറ്ററേഷൻ നമുക്ക് നടത്താം. ഒരു ഇറ്ററേഷൻ നടക്കണം. നടന്നു കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പാണ് ഫോറിൻ ലൂപ്പ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്തു നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ സിൻടാക്സ് എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ കാണുന്ന സ്ക്രീനിൽ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ചെയ്ത ഫിൽറ്ററും മാപ്പിലുള്ള വ്യത്യാസം എന്താണ്. ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ മാപ്പും ഫിൽറ്ററും അല്ലാത്ത കുറേ മെത്തേഡ്സ് ഉണ്ട്. അതായത് ഫൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ റെഡ്യൂസ് ഉണ്ട്, പിന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക, എന്നിട്ട് നോക്കുക. കാരണം ഇതൊരു ഐഡിയ, ഇത് സെയിം ഈ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. അതായത് ആർഗ്യുമെൻറ്റിൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്, എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഈ കൺസോളും പിന്നെ അതുപോലെ തന്നെ ലോജിക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ പ്രോപ്പറായി അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. അതായത് ഫിൽറ്ററും മാപ്പും സെയിം ആണ്. പക്ഷേ നമുക്കിതിൽ വരുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ചില ലോജിക്കൽ തിങ്കിങ് മാത്രമേ ഉള്ളൂ. ഫൈൻഡ് എന്തിനാ, ഈ ഫിൽറ്റർ എന്തിനാ, മാപ്പ് എന്തിനാ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എന്തിനാണ് മാപ്പ്, എന്തിനാ ഫിൽറ്റർ എന്ന്. അതുപോലെ നിങ്ങൾ എന്താ ഒന്ന് റിസർച്ച് ചെയ്താൽ മതി. ഫൈൻഡ് എന്തിനാ, പിന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് എന്തിനാ, പിന്നെ അല്ലാത്ത കുറേ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്ന് നോക്കുക, നിങ്ങൾ തന്നെ റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ടെലിഗ്രാം ലിങ്ക് ബയോയിലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സംശയങ്ങൾ മലയാളത്തിൽ തന്നെ ചോദിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ സ്ക്രീനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് തൽക്കാലം റിമൂവ് ചെയ്തിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു. ആ ഒബ്ജക്റ്റിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലാദ്യം ഉണ്ടാവാൻ നെയിം എന്താണ്, ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒബ്ജക്റ്റ് എന്താണെന്നും കൂടി നമ്മൾ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ. അത് പോയി കണ്ടതിന് ശേഷം മാത്രമേ ഇത് കണ്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവാതെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നെയിമിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഒരു നെയിം കൊടുത്തു. എന്നിട്ട് എന്താ, എനിക്ക് നിക്ക് നെയിം ഉണ്ടോ എന്ന് നോക്കും. നിക്ക് നെയിം കൊടുക്കാം. നിക്ക് നെയിം എന്ന് കൊടുത്തിട്ട് ഇവിടെ എന്താ നിങ്ങൾക്ക് വാല്യൂ വേണ്ടത്, ആ വാല്യൂ കൊടുക്കാം. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങൾ പ്ലേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പ്ലേസ് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ടൊന്ന് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്ത് പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് കൺസോൾ ചെയ്തിട്ട് പേഴ്സൺ എന്ന് കൊടുക്കാം. പേഴ്സൺ സേവ് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ പോയി ബ്രൗസറിൽ നോക്കിയാൽ മതി. അതിൽ ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തിട്ട് കൺസോളിൽ പോയി നോക്കിയാൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റ് നെയിം, നെക്ക് നെയിം, പ്ലേസും എന്തായിട്ടാണ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഇത് ഇറ്ററേറ്റ് ചെയ്യണം. ഇറ്ററേറ്റ് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു ഫോറിൻ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഫോറിൻ ലൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ ഒബ്ജക്റ്റിന് മൊത്തം ഇറ്ററേറ്റ് ചെയ്യുന്ന ആരാണ്, ഈ പറഞ്ഞ ഫോറിൻ ലൂപ്പാണ്. ഫോറിൻ ലൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യുക, ഫോറിൻ ലൂപ്പ് എഴുതാം. പിന്നെ ഈ കൺസോൾ എന്തിനു എഴുതി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അതായത് ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ലൈൻ ബൈ ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് കൺസെപ്റ്റ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ലൈൻ ബൈ വർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എവിടെയാണ് എറർ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ലൈൻ ബൈ ലൈൻ പോകുമ്പോൾ ഓരോന്നിൻ്റെ താഴത്ത് ഓരോ കൺസോൾ ഇട്ടിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് ലൈനിൽ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ഇട്ട് ആ ഒബ്ജക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൺസോൾ ചെയ്ത് പ്രിന്റ് ചെയ്ത് നോക്കി അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ അതൊന്ന് പ്രാക്ടീസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഡീബഗ് ചെയ്യാൻ നല്ലതായിരിക്കും. അതായത് പെട്ടെന്ന് എറർ കണ്ടെത്തും ചെയ്യാൻ, അത് സോൾവ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഈ കൺസോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ കൺസോൾ റിമൂവ് ചെയ്തിട്ട് ഫോറിൻ ലൂപ്പ് എഴുതാൻ വേണ്ടി നോർമലി നമ്മൾ ഫോർ ലൂപ്പ് എഴുതുന്ന പോലെ തന്നെ ഫോർ എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം എന്ത് ചെയ്യുക വെച്ചാൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഒന്ന് ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാം. ലെറ്റ് എന്തെങ്കിലും സെഡ് ഞാൻ കൊടുക്കും. തൽക്കാലം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ വേരിയബിളിൻ്റെ നെയിം കൊടുക്കുക. എന്നിട്ട് എന്താണ് ഫോറിൻ ലൂപ്പാണ്, എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇന്ന് കൊടുത്തതിന് ശേഷം എന്താണോ ഒബ്ജക്റ്റ് നെയിം ആ ഒബ്ജക്റ്റ് നെയിം ഇവിടെ കൊടുത്താലും മതി. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പേഴ്സൺ എന്നുള്ള ഓരോ പ്രോപ്പർട്ടി ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യും, കയറി ഇറങ്ങും. അതായത് നെയിം, നിക്ക് നെയിം, പ്ലേസ് എന്നുള്ളത് ഓരോന്നിലും ഈ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഫോറിൻ ലൂപ്പിൽ കയറി പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള കീ ഏതാണ്, ഈ പേഴ്സണിലുള്ള കീ എന്ന് വെച്ചാൽ നെയിം, നിക്ക് നെയിം, പ്ലേസ്. ഈ നെയിം, നിക്ക് നെയിം, പ്ലേസ് എന്നുള്ളതാണ് കീ. ഇതിലുള്ള വാല്യൂ ഏതാ, റാസിക്, അതുപോലെ ഈ കാലിക്കറ്റ്. ഇതാണ് എന്ത് വാല്യൂ. അപ്പോൾ കീ എന്നുള്ളത് നെയിം, നിക്ക് നെയിം, പ്ലേസ്, ഇതുള്ള വാല്യൂ റാസിക്, കാലിക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇറ്ററേറ്റ് ചെയ്യും. ഓരോന്നിൽ പോയിട്ട് ഇറ്ററേറ്റ് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ എന്നുള്ള ഇതിൻ്റെ കീ ഒക്കെ എന്തിൽ കിട്ടും, സെഡിലാണ് കിട്ടുക. അപ്പോൾ സെഡിൽ എന്തൊക്കെ വാല്യൂ ഉണ്ടാവും, ഇതിൻ്റെ കീ മാത്രം. അതായത് സെഡ്, നെയിം, നിക്ക് നെയിം, പ്ലേസ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ഈ സെഡിലാണ് കിട്ടുക. അത് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യുക, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതൂലേ, അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെൻറ്റിൽ console.logൽ ഞാൻ സെഡ് മാത്രം പ്രിൻ്റ് ചെയ്യാണ്. ഓക്കെ, സെഡ് മാത്രം പ്രിൻ്റ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് ബ്രൗസർ പോയി കണ്ടാൽ നമുക്ക് കാണാം നെയിം, നിക്ക് നെയിം, പ്ലേസ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു അല്ലേ. ഇപ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സെഡിലുള്ള നിക്ക് നെയിം എന്ത് ചെയ്യുന്നത്, ഇറ്ററേറ്റ് ചെയ്യുന്നത് നമുക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അപ്പോൾ അതിൻ്റെ വാല്യൂ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, പക്ഷേ എങ്കിലും ഞാൻ ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തൽക്കാലം ഞാൻ അതിന് വേണ്ടി ഫോറിൻ ലൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴെ വന്നിട്ട് ഞാൻ ഒരു console.logൽ പേഴ്സൺ എഴുതി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്റ്റാണ് പ്രിൻ്റ് ചെയ്യുന്നത് അല്ലേ. ആ ഒബ്ജക്റ്റാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെയിം മാത്രം വേണം. അത് ഇതിൻ്റെ നെയിം എന്താണോ അത് മാത്രം വേണം. അതിനെന്ത് ചെയ്യുക, ഒരു അറേ ഇട്ടതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ്ങിനുള്ളിൽ നെയിം എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, നെയിം പ്രിൻ്റ് ചെയ്യും ഇല്ലേ. കണ്ടോ, അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്ത് ഇല്ലേ. അപ്പോൾ ഇതേ കൺസെപ്റ്റാണ്. ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുന്നു, പേഴ്സൺ കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു അറേ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. അതിൻ്റെ ഉള്ളിലാണ് സെഡ് കൊടുത്തത്. സെഡ് എന്താണ്, എല്ലാത്തിൻ്റെയും കീ ഏതാ ഉള്ളത്, ഇവിടെ സെഡിലാണുള്ളത്. അതായത് ഒബ്ജക്റ്റിൻ്റെ കീ സെഡിലുള്ള. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ കീ ഞാൻ നേരത്തെ എഴുതിയ പോലെ ഇവിടെ കണ്ടോ, നെയിമിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു, പേഴ്സൻ്റെ നെയിം പ്രിൻ്റായി. അതുപോലെ നെയിമെന്ന് വരുമ്പോൾ ഇവിടെ പേഴ്സൺ നെയിം പ്രിൻ്റ് ആവും. നിക്ക് നെയിം എന്താണോ ആ നിക്ക് നെയിം എന്നുള്ളത് പ്രിൻ്റ് ആവും. ഒന്ന് നോക്കി നോക്കാം. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കാലിക്കറ്റ് എന്നുള്ളത് പ്രിൻ്റായി. അതെങ്ങനെ, പേഴ്സൺ എന്നുള്ളത് ആ കീ കൊടുത്തപ്പോൾ കീ എന്താണോ നോക്കി ആ കീൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർ ഓഫ് ലൂപ്പ്
അല്ല ഫോറിൻ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫോർ ഓഫ് ലൂപ്പിനെ കുറിച്ച്. അപ്പോൾ ഫോർ ഓഫ് ലൂപ്പ് എന്താണെന്നുള്ളത് ആദ്യം അറിയണ്ടേ. അതായത് ഫോർ ഓഫ് ലൂപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലായി അത് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ അറേൻ്റെ കേസിലാണ്. ഈ അറേൻ്റെ കേസ്, അതായത് അറേ എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഇറ്ററേറ്റബിൾ, അതായത് ഒരു സെറ്റ് ഓഫ് അറേ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ അറേ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇറ്ററേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിക്കും. അതായത് സ്ട്രിങ്ങിൻ്റെ കാര്യത്തിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സെറ്റ് മാപ്പ് എന്നുള്ള കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. തൽക്കാലം അത് മാറ്റി വെക്കാം, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ അറേൻ്റെ കേസിലും സ്ട്രിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഫോർ ഓഫ് ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റിനെ നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു, മാറ്റി വെക്കുന്നു. അത് പിന്നെ അതുപോലെ തന്നെ ഫോറിൻ ലൂപ്പും തൽക്കാലം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ വരുന്നുണ്ടോ, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അല്ലാതെ ഞാൻ എന്താണോ കോഡിൽ എഴുതുന്നത് അതേപോലെ നിങ്ങളും കോപ്പി ചെയ്ത് എഴുതാൻ നോക്കരുത്, ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ആദ്യം അങ്ങനെ ചെയ്തെങ്കിലും ലാപ്പ്, അതായത് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് സ്വന്തമായി ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടി നോക്കുക, പിന്നെ എന്ത് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം അതേ നോക്കി സിൻടാക്സ് മൊത്തം എഴുതുകയാണെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് എഴുതാനൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും പറ്റും, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അതിനുവേണ്ടി ഇപ്പോൾ ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. ആ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ARR എന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു വാല്യൂ, ഫോർ എക്സാമ്പിൾ 2, 5, 8, 9, 23, 30. ഓക്കെ ഇത് മതി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞല്ലോ ഫോർ ഓഫ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഫോർ എന്നുള്ള ഒരു മീൻസ് കീ എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ലെറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ലെറ്റ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഞാൻ ആർ എന്നുള്ള ക്രിയേറ്റ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ വേരിയബിളിലേക്കാണ് കീ ആണ്, ഒബ്ജക്റ്റിൻ്റെ കീ ആണ്, വാല്യൂ അല്ല, കീ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ഇറ്ററേറ്റ് ആയിട്ട് അതിലേക്ക് അസൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അതായത് പേഴ്സൺ എന്നുള്ള ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ആ പേഴ്സൺ എന്നുള്ള ഒബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ വാല്യൂ എടുത്തിട്ട് അതിൻ്റെ കീ എടുത്തിട്ട് എന്തിലേക്ക് കൊടുക്കും, ഈ സെഡിലേക്ക് കൊടുക്കും. എന്നിട്ട് അടുത്ത കീ എടുക്കും, അതും സെഡിലേക്ക് കൊടുക്കും. അത് വരുമ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരും. ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ ലെറ്റ് എന്ന് വെച്ച് ഞാൻ ആർ എന്നുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് എന്താ, ഫോർ ഓഫ് ലൂപ്പാണ്, ഫോറിൻ ലൂപ്പ് അല്ല, ഫോർ ഓഫ്. ഫോറിൻ ലൂപ്പ് എന്ന് അവിടെ വരാൻ കാരണം എന്താ, വേരിയബിളിൻ്റെ ശേഷം മീൻസ് ഡിക്ലറേഷന് ശേഷം ഇന്ന് വരുന്നുണ്ട്, അപ്പോഴാണ് ഫോറിൻ ലൂപ്പ് ആയത്. ഓക്കെ, ഇവിടെ വരുന്നത് ഫോർ ഓഫ് ലൂപ്പാണ്. 6 കഴിഞ്ഞിട്ട് ഓഫ് മീൻസ് റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അറേനെ എന്ത് ചെയ്യുക, ഇവിടെ പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, എഴുതുക, റൈറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം console.logൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് അറേയാണ്. ARR എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് ആർ എന്നുള്ളതാണ് ആ വാല്യൂ അല്ലേ, ആർ എന്നുള്ളതാണ് വാല്യൂ, അറേ എന്നുള്ളത് നമ്മുടെ ടോട്ടൽ അറേ ഉള്ള വാല്യൂ ആണ്. ഇനി നമുക്ക് ഓരോ എലമെൻറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിൽ ഓരോ എലമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആറിലേക്ക് നമ്മൾ എന്താ അസൈൻ ചെയ്ത് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫോർ ഓഫ് ലൂപ്പ് ഉപയോഗിച്ച് ഞാൻ ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ബ്രൗസർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓരോ എലമെൻറ്റ് പ്രിൻ്റ് ആയത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഓരോ എലമെൻറ്റ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫോർ ഓഫ് ലൂപ്പ് വെച്ചിട്ടുള്ള ഉപകാരം. ഓക്കെ, ഫോർ ലൂപ്പ് ഒബ്ജക്റ്റിൻ്റെ കാര്യത്തിലാണ്, ഇവിടെ വരുമ്പോൾ അറേയാണ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രിങ്ങുമാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, തൽക്കാലം അറേനെ ഞാൻ ഇവിടെ കമാൻഡ് ചെയ്തിട്ട് ലെറ്റ് ARR എന്നിട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ലെറ്റ്സ് സ്റ്റാർട്ട് കോഡ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, കോഡിങ് എന്നുള്ളത് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ലെറ്റ്സ് എന്നുള്ളത് ഒരു ഇത്, പിന്നെ ഒരു സ്പേസ്, പിന്നെ സ്റ്റാർട്ട് എന്നുള്ളത് ഓരോന്നായി പ്രിൻ്റ് ചെയ്തു, പിന്നെ സ്പേസ്, പിന്നെ കോഡിങ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ കാരണം അത് നമുക്കൊക്കെ അറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് സ്ട്രിങ്ങിൻ്റെ കാര്യത്തിൽ സ്ട്രിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ട്രിങ്ങിൻ്റെ ഓരോ ലെറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഇവിടെ ജാവാസ്ക്രിപ്റ്റ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ
ഇവിടെ ഒരു സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിന് ആദ്യത്തെ ലെറ്റർ എൽ ആണ്, പിന്നെ ഇ ആണ്, പിന്നെ ടി എസ്. അപ്പോൾ എൽ എന്നുള്ള 0th പൊസിഷനിലാണ് ഇതിനെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അത് അറേൻ്റെ സെയിം കേസ് നേരത്തെ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 2 എന്നതിനെ 0th പൊസിഷനിലാണ് ഇട്ടത്. ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലിനെയാണ് എന്ത് ചെയ്യുന്നത്, 0th പൊസിഷനിൽ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ എൽ എന്നുള്ളത് 0th പൊസിഷനും ഇ എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനും രണ്ടാമത്തെ പൊസിഷനിലും ടി ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പൊസിഷൻ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഫോർ ഓഫ് ലൂപ്പിൽ മീൻസ് റൺ ചെയ്യുന്ന ടൈമിൽ LETS എന്നുള്ള 0th സെക്കൻഡ് അങ്ങനെ വന്ന ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇവിടെ സ്പേസിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, സ്പേസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലെറ്ററാക്കി അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ലെങ്ത്ത് നോക്കിയാൽ തന്നെ സ്പേസിനെയും കൂട്ടിയിട്ടാണ് ലെങ്ത്ത് പറയുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ലെറ്റ്സിൻ്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സ്ട്രിങ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടി എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ മീൻസ് ഒരു കണക്ക് കൂട്ടും. കാരണം എന്താ വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസ് ലെവലിൽ പറയുന്നുണ്ട്. അതിനൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ബേസിക്സ് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ ബേസിക്സ് പഠിക്കാതെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്ന അഡ്വാൻസിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് എന്ത് ചെയ്യും, ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. പല ആൾക്കാരും ചോദിച്ചിരുന്നു എന്തുകൊണ്ട് അഡ്വാൻസ് തുടങ്ങിയിട്ടില്ല. അഡ്വാൻസ് ലെവൽ തുടങ്ങണമെങ്കിൽ ആദ്യം ബേസിക് അറിയണം. ബേസിക് അറിഞ്ഞ് അതൊന്ന് തറാക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നല്ല പ്രോപ്പറായിട്ട് മുന്നത്തെ വീഡിയോസ് എല്ലാം പഠിച്ച് ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം കവർ ചെയ്ത് പോവാം. എന്നിട്ട് നമ്മൾ അഡ്വാൻസിലേക്ക് നമുക്ക് പോവാം, ഒന്നിച്ച് തന്നെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങൾ കുറവായിരിക്കും, പിന്നെ പ്രോപ്പറായിട്ട് മനസ്സിലാവും ചെയ്യും. അല്ലാത്ത കേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫോർ ഓഫ് ലൂപ്പ് എന്താ, ഫോറിൻ ലൂപ്പ് എന്താണെന്നുള്ളത് പ്രോപ്പറായി മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് നിങ്ങൾക്ക് ഇത് നോക്കി വീണ്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.